കേരളത്തിൽ മാസപ്പിറവി بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار ഇന്ന് എല്ലാവരും നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ പരിശുദ്ധമായ റമളാനു ഷരീഫ് നോമ്പ് നാളെ നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് മനസ്സുകൊണ്ട് കരുതി നാക്കുകൊണ്ട് പറയുക. എല്ലാവരും വ്യക്തമായി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഹദ്ദാദ് റാത്തീബുകളും ഇന്ന് തന്നെ തറാവീഹ് 20 റക്അത്ത് നിസ്കാരങ്ങൾ ഈ റമളാനു ഷരീഫ് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. 1 ലക്ഷം കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക്, അതുപോലെ 5 ലക്ഷം കുടുംബങ്ങളിലേക്ക് ലഹരിയുടെ ഭവിഷ്യത്തുകൾ അത് മൂന്നായി ഇനം തിരിച്ച് അതിന് അഡിക്റ്റായവരെ അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തിയും വല്ലപ്പോഴും ഉപയോഗിച്ച് സ്വാദറിഞ്ഞവരെ കൗൺസിലിംഗ് നടത്തിയും പെട്ടുപോകാൻ സാധ്യതയുള്ളവരെ ബോധവൽക്കരണം നടത്തിയും അങ്ങനെ റമളാന്റെ 27ാം രാവ് പ്രാർത്ഥനാ സമ്മേളനം സ്വലാത്ത് നഗറിൽ ഇത്തവണ ലഹരിക്കെതിരെയുള്ള വലിയ പ്രതിജ്ഞ കൊണ്ടായിരിക്കണം. ഇന്ന് ലോകം, കേരളം മുഴുവനും, നമ്മുടെ സമൂഹം എല്ലാവരും ഏറ്റെടുക്കേണ്ടത് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയാണ്. ലഹരി ഈ ഇതോടുകൂടെ ക്യാമ്പയിനോടുകൂടെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണം. എല്ലാവരും ഒത്തുപിടിച്ചാൽ നിർമ്മാർജ്ജനം ചെയ്യാനേ കഴിയുകയുള്ളൂ. ഇന്ന് ഉമ്മ പ്രസവിക്കുന്ന കുഞ്ഞ് അമ്മയെ, അച്ഛനെ അല്ലെങ്കിൽ ഉപ്പയെ വധിക്കുന്ന ഒരവസ്ഥയാണ്. അത് 1, 2, 3 ആവർത്തിച്ച് കാണുന്നത്. നമ്മുടെ കുടുംബം തകരുന്ന അവസ്ഥയാണ്, സർവസ്വം നശിക്കുന്ന അവസ്ഥയാണ്, ബുദ്ധിയാണ് നശിക്കുന്നത്, ആരോഗ്യമാണ് തകരുന്നത്, സമ്പത്താണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം എല്ലാ പള്ളികളിലും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, പ്രത്യേകിച്ച് ജുമാഅകൾക്ക് ശേഷമുള്ള അതിപ്രധാനമായ പ്രാർത്ഥനകൾക്ക് നിസ്കാര ശേഷമുള്ള ഉത്ബോധന പ്രസംഗത്തിൽ എല്ലാ ഇമാമുമാരും എല്ലാ ഖതീമുമാരും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം വേണം. എല്ലാ പള്ളികളിലും മതപ്രഭാഷണങ്ങൾ, വനിതാ ക്ലാസ്സുകൾ വളരെ സജീവമായി നടക്കുന്നതാണ്. ഇത്തവണത്തെ എല്ലാ ക്ലാസ്സുകളും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാവണം. രാജ്യം നന്നാവാൻ, സമൂഹം നന്നാവാൻ, സമുദായം നന്നാവാൻ വ്യക്തിയാണ് നന്നാവേണ്ടത്. വ്യക്തിയെ നന്നാക്കി തീർക്കുക എന്നതാണ് പരിശുദ്ധമായ റമളാനു ഷരീഫ് കൊണ്ട് പരമപ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. എല്ലാവർക്കും റമളാൻ ആശംസകൾ നേരുകയാണ്. ഇത്തവണ റമളാനിൽ ഞാൻ എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും മുക്തരായി, എൻ്റെ ഉമ്മ ഉപ്പ, എൻ്റെ ഗുരുനാഥന്മാർ, എൻ്റെ അധ്യാപകന്മാർ, അവരോടെല്ലാം കുരുത്തവും പൊരുത്തവും. അതുപോലെ തന്നെ ഈ റമളാനിൽ മാത്രം നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തറാവീഹ് നിസ്കാരമെന്ന് പറയുന്നത്. അത് 20 റക്അത്താണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് ശേഷം യുസല്ലി സ്വലാത്ത സുന്നത്ത് തറാവീഹ് റക്അത്തൈനി മഅൽ ഇമാമി ഖിബ്ലത്തൻ ലിൽ മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. അങ്ങനെ 10 സലാമുകളിലായി 20 റക്അത്തുകളായി നിസ്കരിച്ച് ശേഷം സാധാരണക്ക് വിപരീതമായി വിത്ർ മറ്റ് മാസങ്ങളിലൊക്കെ ഒറ്റക്കായിട്ടാണ് നിസ്കരിക്കുക. റമളാനിൽ അത് ജമാഅത്തായി നിസ്കരിച്ച് അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും യോജിപ്പിന് വേണ്ടി, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി എല്ലാവരും പ്രതിജ്ഞ ചെയ്ത് പരമാവധി ഖുർആൻ അവതരിച്ചു എന്നതാണ് റമളാനിൻ്റെ എല്ലാ പവിത്രതകളുടെയും മഹത്വങ്ങളുടെയും യഥാർത്ഥ കാരണം. അത് നാളെ വ്രതാരംഭമാണ്. മാസപ്പിറവി കണ്ടിരിക്കുന്നു.